വന്യമൃഗശല്യം പെരുകിയ സാഹചര്യത്തിൽ കേരളം, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ കോർഡിനേഷൻ യോഗം ബന്ദിപ്പൂരിൽ പൂർത്തിയായി. ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സിൽ ചേർന്ന യോഗത്തിൽ കേരള വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ, കർണാടക വനം മന്ത്രി ഈശ്വർ ഖണ്ഡ്രെ, തമിഴ്നാട്ടിൽ നിന്ന് മുതുമലൈ ഫീൽഡ് ഡയറക്ടറായ മുതിർന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും 3 സംസ്ഥാനങ്ങളിലെ മറ്റ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വന്യമൃഗശല്യം തടയാൻ ഏതെല്ലാം തലത്തിൽ സഹകരണം സാധ്യമാകും എന്നാണ് യോഗം പ്രധാനമായും വിലയിരുത്തിയത്. യോഗത്തിൽ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി കേരളവും കർണാടകവും തമ്മിൽ അന്തർ സംസ്ഥാന സഹകരണ ചാർട്ടറിൽ ഒപ്പിട്ടു. കേരള, കർണാടക വനം വകുപ്പ് മന്ത്രിമാരാണ് ചാർട്ടറിൽ ഒപ്പിട്ടത്. തമിഴ്നാട്ടിൽ നിന്നുള്ള വനം മന്ത്രി എം മതിവേന്ദൻ യോഗത്തിൽ എത്താത്തതിനാൽ ഒപ്പിട്ടിട്ടില്ല. മന്ത്രി വരാത്തതിനാൽ ഒപ്പുവച്ചില്ലെങ്കിലും തമിഴ്നാടും കരാറിന്റെ ഭാഗമായിരിക്കും. വിവര കൈമാറ്റങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയാണ് ഉടമ്പടി. സംഘർഷ മേഖലകളിൽ സംയുക്ത ദൗത്യങ്ങൾ അതിവേഗത്തിൽ നടപ്പിലാക്കാനും യോഗത്തിൽ ധാരണയായി. 3 സംസ്ഥാനങ്ങളും നോഡൽ ഓഫീസർമാരെ നിയമിച്ചാണ് സഹകരണം ഉറപ്പാക്കുക. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ 3 സംസ്ഥാനങ്ങളും ഒരുമിച്ച് കേന്ദ്രത്തെ സമീപിക്കും. കരാറിന്റെ ഭാഗമായി വന്യമൃഗശല്യത്തിൽ വേഗത്തിലുള്ള ഇടപെടലിനും ഏകോപനത്തിനുമായി അന്തർ സംസ്ഥാന ഏകോപന സമിതിയും രൂപവൽക്കരിക്കും. ചാർട്ടറിൽ ഉൾപ്പെടുത്തിയ 4 ലക്ഷ്യങ്ങൾ ഇവയൊക്കെയാണ്: മനുഷ്യ വന്യമൃഗ സംഘർഷ മേഖല അടയാളപ്പെടുത്തുക, വന്യമൃഗശല്യത്തിൻ്റെ അടിസ്ഥാന കാരണം കണ്ടെത്തുക, പ്രശ്നം ലഘൂകരിക്കുന്നതിനുള്ള വഴികൾ തേടുക, രണ്ടാമതായി പ്രശ്നങ്ങളിൽ നടപടിയെടുക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കുക, അതിവേഗ ഇടപെടലിന് നടപടി, മൂന്നാമതായി വിഭവ സഹകരണം, വിവരം വേഗത്തിൽ കൈമാറൽ, വിദഗ്ധ സേവനം ഉറപ്പാക്കൽ, നാലാമതായി വിഭവശേഷി വികസനം, അടിസ്ഥാന സൗകര്യ വികസനം, കാര്യക്ഷമത എന്നിവ കൂട്ടുക എന്നിങ്ങനെ 4 കാര്യങ്ങളാണ് ചാർട്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു നോഡൽ ഓഫീസർ, സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർമാർ, ഒരു ഉപദേശക സമിതി, 3 സംസ്ഥാനത്ത് നിന്നും അംഗങ്ങൾ, വർക്കിംഗ് ഗ്രൂപ്പ് എന്നിങ്ങനെയാണ് അന്തർ സംസ്ഥാന ഏകോപന സമിതിയുടെ പ്രവർത്തന രീതി. 3 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ബന്ദിപ്പൂർ, മുതുമലൈ, നാഗർഹോളെ, വയനാട് വന്യജീവി സങ്കേതങ്ങളിൽ നിന്നുള്ള ആനകൾ പല ഭാഗത്തും നാട്ടിലിറങ്ങുന്നുണ്ട്. വ്യാപക കൃഷിനാശവും പതിവാണ്. ഈ സാഹചര്യത്തിലാണ് യോഗം ചേർന്നത്. 3 സംസ്ഥാനങ്ങൾക്കും ബാധകമായ നയരൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. ബേലൂർ മഗ്നയുമായി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് പിന്നാലെയാണ് യോഗം ചേരാൻ തീരുമാനമുണ്ടായത്. അതേസമയം വന്യമൃഗശല്യം തടയുന്നതിന് കേന്ദ്ര സഹായം കിട്ടുന്നില്ലെന്ന് കർണാടക വനം മന്ത്രി ഈശ്വർ ഖണ്ഡ്രെ ആരോപിച്ചു. റെയിൽ ഫെൻസിങ്ങിന് കേന്ദ്ര സഹായം കിട്ടുന്നില്ലെന്നും പിന്നെ എങ്ങനെ കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ കഴിയുമെന്നും ഈശ്വർ ഖണ്ഡ്രെ ചോദിച്ചു. കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് വന്യജീവി നിയമത്തിൽ കാലോചിതമായ മാറ്റം വേണമെന്ന് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സാഹചര്യമല്ല ഇന്നുള്ളത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് എല്ലാ അധികാരങ്ങളും നൽകിയിട്ടുണ്ടെന്ന തരത്തിലുള്ള പ്രചരണമുണ്ട്. എന്നാൽ ഇവർ പാലിക്കേണ്ടതായി നിരവധി മാനദണ്ഡങ്ങളുണ്ട്. വന്യജീവി സംഘർഷങ്ങളിൽ ജനങ്ങളെ സഹായിക്കുന്നതിനായി കേന്ദ്ര നിയമത്തിന് നിരവധി ഭേദഗതികൾ വരുത്തേണ്ട ആവശ്യമുണ്ട്. പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിന് ആവശ്യത്തിന് ഫണ്ട് സംസ്ഥാനങ്ങൾക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം കേന്ദ്രത്തിനുണ്ട്. പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് ഇല്ല എന്നത് കേരളത്തിന് മാത്രം പ്രതിസന്ധിയല്ല, 3 സംസ്ഥാനങ്ങളും നേരിടുന്നുണ്ടെന്നും എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.